നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയത്രേ, അവർ ഗോഡ് ക്യാൻ ഗോ ടു അവർ പാസ്റ്റ് ടു ഹീൽ us. He can secure our present and he can anchor our tomorrow. നമ്മുടെ ദൈവത്തിന് നമ്മുടെ ഭൂതകാലത്തിലേക്ക് പോയി നമ്മെ സുഖപ്പെടുത്താൻ കഴിയും. അവന് നമ്മുടെ വർത്തമാനം സുരക്ഷിതമാക്കാൻ കഴിയും. അവന് നമ്മുടെ നാളെയെ നങ്കൂരമിടാൻ കഴിയും. ഒത്തിരി വേദനകൾ സമ്മാനിച്ച ഇന്നലകൾ നമ്മെ വിട്ടുപോയി എങ്കിലും ആ നൊമ്പരങ്ങൾ ഇന്നും പലരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, തകർന്നടിഞ്ഞ ബന്ധങ്ങൾ, ഒന്നിനു പിറകെ ഒന്നായി സംഭവിച്ച ദുരിതങ്ങൾ, ബിസിനസ്സിലെ തകർച്ചകൾ, നേരിട്ട നഷ്ടങ്ങൾ, ഇങ്ങനെ പോകുന്നു ഇന്നലകളിലെ നൊമ്പരങ്ങൾ. ഇന്നത്തെ സ്ഥിതിയും മിക്കപേരെ സംബന്ധിച്ചും അത്ര സുഖകരമല്ല. അനിശ്ചിതത്വം തളം കെട്ടിക്കിടക്കുന്ന ഈ വർത്തമാനകാലത്ത് ഒന്ന് സന്തോഷിക്കുവാനോ സ്വസ്ഥമായി കിടന്നുറങ്ങുവാനോ പലരെ കൊണ്ടും കഴിയുന്നില്ല. ആകുലതകൾ നിറഞ്ഞ നാളുകളെ ഓർത്തും പലരും ഇന്ന് ഭീതിയോടെ കഴിയുകയാണ്. ഈ വേവലാതിക്കൊക്കെ ഒരു ശമനമുണ്ടാകണമെങ്കിൽ ഒരൊറ്റ പോംവഴി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതത്രേ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശു കർത്താവിൻ്റെ സന്നിധിയിൽ വരിക എന്നത്. ഇന്നലകൾ തിരുത്തുവാൻ കഴിയാത്ത ഒരു ചരിത്രമായി മാറി എന്ന് നമുക്ക് തോന്നിയേക്കാം. ഇന്നലകളിൽ നമുക്ക് സംഭവിച്ചതിനെ മാറ്റുവാനോ ചെയ്ത തെറ്റുകളെ തിരുത്തുവാനോ നമുക്കാർക്കും കഴിയുകയില്ല എങ്കിലും ഇന്നലകൾ നമുക്ക് സമ്മാനിച്ച വേദനകളെ, മുറിവുകളെ പൊറിപ്പിക്കുവാൻ യേശു കർത്താവിന് മാത്രമേ കഴിയൂ. മാത്രമല്ല, നാം ഇന്ന് സുരക്ഷിതരല്ല എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ തിരുവചനം നമ്മോട് പറയുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഇന്നത്തെ നമ്മുടെ ജീവിതം കർത്താവിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പോടെ നമുക്ക് വിശ്വസിക്കാം. നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ ആരെയെങ്കിലും വല്ലാതെ അലട്ടുന്നുവെങ്കിൽ ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം നങ്കൂരമിട്ടിരിക്ക കൊണ്ട് യാതൊരു ദുർശക്തിക്കും നമ്മെ ആരെയും ചലിപ്പിക്കുവാൻ കഴിയുകയില്ല. നമ്മെ കരുതുന്നവനും പരിപാലിക്കുന്നവനും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുന്നവനുമായ ദൈവം ഇന്ന് നമ്മോടെല്ലാവരോടുമായി പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് അനുദിനം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാറ്റമില്ലാത്തവനായ ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്രേ. അവിടുത്തെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം. നാം ആരും നിലംപരിചാകുവാൻ നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.